നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചു പോകാറുള്ള ഒരു ചോദ്യമുണ്ട്. ഒരു ശത്രു നമുക്കേൽപ്പിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ആഘാതം എപ്പോഴായിരിക്കും? അവൻ നേർക്കുനേർ വന്ന് നമ്മളെ വെല്ലുവിളിക്കുമ്പോഴോ അതോ പിന്നിൽ നിന്ന് ചതിക്കുഴികൾ ഒരുക്കുമ്പോഴോ? ഇനി അതുമല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ വെച്ച് നമ്മളെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴാണോ? സത്യത്തിൽ ഇതൊന്നുമല്ല സുഹൃത്തുക്കളെ. നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം ആ മനുഷ്യൻ നമ്മുടെ കൺമുന്നിൽ പോലും ഇല്ലാത്തപ്പോഴാണ് എന്നതാണ് യാഥാർത്ഥ്യം. അവൻ ഒരുപക്ഷെ നമ്മളിൽ നിന്ന് എത്രയോ കാതങ്ങൾക്കപ്പുറം എവിടെയോ ആയിരിക്കാം. പക്ഷേ നമ്മുടെ ചിന്തകളിൽ അവൻ സദാസമയവും ജീവിക്കുന്നുണ്ടാകും. നമ്മളേറെ മനസമാധാനത്തോടെ ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ പെട്ടെന്നാകും അവന്റെ കൈപേറിയ വാക്കുകൾ ഓർമ്മ വരിക. തികച്ചും ശ്രദ്ധയോടെ ഒരു ജോലിയിൽ മുഴുകിയിരിക്കുമ്പോൾ അവന്റെ പേര് മനസ്സിലേക്ക് ഇരച്ചുകയറും. ഉള്ളു തുറന്ന് സന്തോഷിക്കാൻ തുടങ്ങുന്ന ആ സുന്ദര നിമിഷത്തിലാകും അവന്റെ ആ മുഖം ഓർമ്മയിലെത്തി നമ്മുടെ മൂഡ് ആകെ നശിപ്പിച്ചു കളയുന്നത്. ഇതിനെയാണ് യഥാർത്ഥ തോൽവി എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് ശത്രു നിങ്ങളുടെ മുന്നിലില്ല, എങ്കിലും നിങ്ങളുടെ മനസ്സിനെ മുഴുവനായി കീഴടക്കാൻ അവന് സാധിച്ചു കഴിഞ്ഞു. മഹാനായ ആചാര്യ ചാണക്യൻ ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ശത്രുവിനെ പുറത്തുനിന്നല്ല, പകരം ആദ്യം തോൽപ്പിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം മനസ്സിനുള്ളിൽ നിന്നാണ്. കാരണം മനസ്സിൽ കയറിക്കൂടിയ ശത്രുവിനെ പുറത്താക്കുക എന്നത് വാളെടുത്ത് പോരാടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം ഇതാണ്: ശത്രുവിന് നിങ്ങളുടെ ഉള്ളിൽ ഒരടിയ പാലം പോലും നൽകരുത്. ശത്രുതയും പോരാട്ടവുമൊക്കെ പുറത്താണ് നടക്കുന്നതെന്നാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളുടെയും ധാരണ. എന്നാൽ പുറത്തു നടക്കുന്നതെല്ലാം വെറും നിമിത്തങ്ങൾ മാത്രമാണ്. യഥാർത്ഥ യുദ്ധം നടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. ഒരു ഉദാഹരണം പറയാം. ഒരാൾ നിങ്ങളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു എന്ന് കരുതുക. ആ സംഭവം വെറും 2 മിനിറ്റ് മാത്രമാണ് നീണ്ടുനിന്നത്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ആ 2 മിനിറ്റിന്റെ കാര്യവും ആലോചിച്ച് 2 ദിവസവും 2 ആഴ്ചയും ചിലപ്പോൾ 2 വർഷം വരെ നമ്മുടെ മനസ്സിലിട്ട് അത് ചവച്ചരച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ശാന്തമായി ചിന്തിച്ചു നോക്കൂ, ആരാണ് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കിയത്? ആ മനുഷ്യനാണോ അതോ നിങ്ങൾ സ്വയം വരുത്തിവെച്ചതാണോ? ശത്രു നിങ്ങളുടെ മനസ്സിന്റെ വാടകക്കാരനാവുകയും ഒരു പൈസ പോലും വാടക തരാതെ അവനവിടെ സുഖമായി വാഴുകയും ചെയ്യുന്ന ദിവസമാണ് അവന്റെ ഏറ്റവും വലിയ വിജയം. ചാണക്യൻ പറയുമായിരുന്നു, മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെയൊരു ശത്രുവിന്റെ ആവശ്യമില്ല. നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ഇന്ന് ഭൂരിഭാഗം ആളുകളും തകരുന്നത് മറ്റുള്ളവർ കാരണമോ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ല, സ്വന്തം ചിന്തകൾ കൊണ്ടാണ്. ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചിന്തിക്കുക, ഒരേ രംഗം മനസ്സിൽ പുനഃസൃഷ്ടിക്കുക, ആ വ്യക്തിയെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഒരു മനുഷ്യനെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന യഥാർത്ഥ വിഷം. ഇതൊരു ചെറിയ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ഓഫീസിൽ കഠിനാധ്വാനിയായ ഒരു ജീവനക്കാരനുണ്ടായിരുന്നു. കഴിവും ആത്മാർത്ഥതയും കൊണ്ട് അവൻ ഓരോ പടവുകളും വിജയകരമായി കയറുകയായിരുന്നു. എന്നാൽ അതേ ഓഫീസിൽ മറ്റൊരു വ്യക്തിയുണ്ടായിരുന്നു. അയാൾക്ക് ജോലി ചെയ്യുന്നതിനേക്കാൾ താൽപ്പര്യം മറ്റുള്ളവരെ തളർത്തുന്ന രാഷ്ട്രീയ കളികളിലായിരുന്നു. അവൻ കഠിനാധ്വാനിയുടെ പുറകിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ബോസിന്റെ ചെവിട്ടിൽ കള്ളങ്ങൾ നിറച്ചു. ഓഫീസിലെ അന്തരീക്ഷം തന്നെ മലിനമാക്കി. ഈ സാഹചര്യത്തിൽ ആദ്യത്തെയാൾ ശാന്തനായി സ്വന്തം ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ കഥ അവിടെ ശുഭമായി തീരുമായിരുന്നു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. അവൻ വീട്ടിൽ പോയാലും ഓഫീസിലെ ഈ കുത്തിത്തിരിപ്പുകൾ മാത്രം ചിന്തിച്ചുകൂട്ടി. അവൻ എന്തുകൊണ്ട് എന്നോട് അങ്ങനെ ചെയ്തു? മറ്റുള്ളവർ എന്നെക്കുറിച്ച് ഇപ്പോൾ എന്ത് വിചാരിക്കുന്നുണ്ടാകും? നാളെ എന്ത് സംഭവിക്കും? ഈ ചിന്തകൾ കാരണം പതുക്കെ പതുക്കെ അവന്റെ ശ്രദ്ധയും ഏകാഗ്രതയും നഷ്ടപ്പെടാൻ തുടങ്ങി. ജോലിയിൽ വലിയ തെറ്റുകൾ സംഭവിച്ചു. ഉള്ളിൽ ദേഷ്യവും അസ്വസ്ഥതയും ഇരട്ടിച്ചു വന്നു. ഒടുവിൽ ഒരു ദിവസം അവൻ വലിയൊരു വീഴ്ച വരുത്തിവെച്ചു. ശത്രു കാത്തിരുന്നതും ആ ഒരു നിമിഷത്തിനായിരുന്നു. അവനത് കൃത്യമായി മുതലെടുത്തു. ഇപ്പോൾ പറയൂ, അവനെ തോൽപ്പിച്ചത് ആരാണ്? ആ ശത്രുവോ അതോ അവന്റെ സ്വന്തം ബുദ്ധിയോ? ശത്രുവിനെ മനസ്സിൽ നിന്ന് തൂത്തെറിയാത്തടത്തോളം കാലം പുറത്തുള്ള ഒരു നിയമത്തിനും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. ശത്രുവിന്റെ നീക്കങ്ങൾ ഒരിക്കലും നേരിട്ടായിരിക്കില്ല. അവൻ നിങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കില്ല, പകരം മാനസികമായി തളർത്താനാണ് നോക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കണമെന്നും വികാരങ്ങൾക്ക് അടിപ്പെടണമെന്നും ദേഷ്യത്തിന്റെ പുറത്ത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കണമെന്നുമാണ് അവൻ ആഗ്രഹിക്കുന്നത്. എല്ലാറ്റിനുമുപരിയായി നിങ്ങൾ എപ്പോഴും അവനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്ന് അവൻ കൊതിക്കുന്നു. കാരണം ആരുടെ മനസ്സിലാണോ നമ്മൾ ഇടം പിടിക്കുന്നത്, അവരെ തോൽപ്പിക്കാൻ പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. അവർ സ്വയം നശിച്ചുകൊള്ളും. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ ശത്രുവിനെ മനസ്സിൽ നിന്ന് പുറത്താക്കുക? ശ്രദ്ധിച്ചു കേൾക്കൂ. അവനെ മറക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം മറക്കാനുള്ള തീവ്രശ്രമം അവനെ കൂടുതൽ ഓർമ്മിപ്പിക്കുകയുള്ളൂ. ആ ദേഷ്യം മനസ്സിൽ അടിച്ചമർത്താനും നോക്കരുത്. അങ്ങനെ അടിച്ചമർത്തുന്ന ദേഷ്യം ഒരു ദിവസം അഗ്നിപർവ്വതം പോലെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: അവന് കൊടുക്കുന്ന പ്രാധാന്യം പൂർണ്ണമായും നിർത്തലാക്കുക. അവന്റെ ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോഴെല്ലാം തികഞ്ഞ അനാസ്ഥയോടെ സ്വയം പറയുക, ഈ ചിന്ത കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. അത്രമാത്രം. അവിടെ ദേഷ്യമില്ല, തർക്കമില്ല, വഴക്കുകളില്ല. പതുക്കെ പതുക്കെ ഇതൊരു അനാവശ്യമായ ചിന്തയാണെന്ന് മനസ്സ് തനിയെ തിരിച്ചറിഞ്ഞുകൊള്ളും.
ഓർക്കുക, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഒരു സേവകൻ മാത്രമാണ്, പക്ഷേ അതിനെ നിങ്ങൾ അഴിച്ചുവിട്ടാൽ അത് നിങ്ങളുടെ യജമാനനായി മാറും. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം മനസ്സിനെ ഭരിക്കാൻ കഴിയാത്തവന് ഒരു രാജ്യവും ഭരിക്കാൻ യോഗ്യതയില്ലെന്ന്. ഇന്ന് രാജാക്കന്മാരില്ലായിരിക്കാം, പക്ഷെ ഓരോ മനുഷ്യനും സ്വന്തം ജീവിതത്തിന്റെ രാജാവാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. ശത്രുവിന് നിങ്ങൾ എത്രത്തോളം മനസ്സിൽ സ്ഥാനം നൽകുന്നുവോ അവൻ അത്രത്തോളം ശക്തനായിക്കൊണ്ടിരിക്കും. എന്നാൽ ഏതു നിമിഷമാണോ നിങ്ങൾ അവനെ ചിന്തകളിൽ നിന്ന് പുറത്താക്കുന്നത്, അപ്പോൾ തന്നെ അവൻ പകുതി പരാജയപ്പെട്ടു കഴിഞ്ഞു. കാരണം മിക്ക ശത്രുക്കളും ജയിക്കുന്നത് നിങ്ങളുടെ ബലഹീനത കൊണ്ടല്ല, നിങ്ങളുടെ പ്രതികരണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് ചാണക്യൻ പറഞ്ഞത്, ആദ്യം നിങ്ങളുടെ ഉള്ളിൽ സമാധാനം കൊണ്ടുവരിക എന്ന്. കാരണം ശാന്തനായൊരു മനുഷ്യനാണ് ഏറ്റവും അപകടകാരി. അവൻ ഒന്നിനും ധൃതി കൂട്ടിക്കില്ല, വികാരവിക്ഷോഭത്തോടെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കില്ല. ശത്രുവിന്റെ ചരടുവലികൾ ദൂരെ നിന്ന് തന്നെ അവൻ തിരിച്ചറിയും. താൻ എത്രയൊക്കെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിട്ടും മുന്നിലുള്ളയാൾ ലവലേശം ചലിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ശത്രു സ്വയം ഭയപ്പെടാൻ തുടങ്ങും. ഇനി പറയാൻ പോകുന്ന കാര്യം ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ്. ശത്രു എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവന് മറുപടി നൽകണമെന്നാണ്, കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ്, അതിനോട് പ്രതികരിക്കണമെന്നാണ്. എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും വിശദീകരിക്കേണ്ടതില്ല. ഓരോ പ്രതികരണവും നിങ്ങളുടെ ബലഹീനതയെയാണ് കാണിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഏറ്റവും വലിയ മറുപടി എന്നത് നിശബ്ദതയാണ്. അത് ഭയം കൊണ്ടുള്ള നിശബ്ദതയല്ല, മറിച്ച് നിങ്ങളുടെ ആന്തരിക ശക്തിയിൽ നിന്നുണ്ടാകുന്ന ഗംഭീരമായ മൗനമാണ്. ഇന്നത്തെ ലോകത്തിൽ 90% ആളുകൾക്കും ഈ തത്വം മനസ്സിലാകാത്തത് ചിന്തിക്കുന്നത് നിർത്തിയാൽ തങ്ങൾ തോറ്റുപോകുമെന്ന് അവർ തെറ്റായി കരുതാറുള്ളതുകൊണ്ടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് വിജയത്തിന്റെ തുടക്കമാണ്. ശത്രുവിനെ മനസ്സിൽ നിന്ന് പുറത്താക്കുന്ന നിമിഷം നിങ്ങൾ നിങ്ങളുടെ ശരിയായ പാതയിലേക്ക് തിരിച്ചെത്തുന്നു. സ്വന്തം വഴിയിലേക്ക് തിരിച്ചെത്തിയ ഒരു മനുഷ്യനെ തടയാൻ പിന്നെ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. ശത്രുവിനെക്കുറിച്ച് ചിന്തിക്കുക എന്നാൽ നിങ്ങളുടെ വിലപ്പെട്ട ഊർജം അവന് ദാനമായി നൽകുക എന്നാണ് അർത്ഥം. ഉള്ളിലെ ഊർജം നഷ്ടപ്പെട്ടാൽ ഒരു മനുഷ്യനും അധിക ദൂരം മുന്നോട്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ട് യാതൊരു യുദ്ധവും കൂടാതെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിന് ശക്തമായ കാവൽ ഏർപ്പെടുത്തുക. മനസ്സ് ശക്തമാണെങ്കിൽ ശത്രു നിസ്സാരനാണ്, മനസ്സ് ശാന്തമാണെങ്കിൽ ശത്രു തികച്ചും ദുർബലനാണ്. ഇനി ശത്രുവിനെ മനസ്സിൽ നിന്ന് പുറത്താക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പടി അവന്റെ തന്ത്രങ്ങളെ എങ്ങനെ നേരിടണം എന്നതാണ്. കാരണം ശത്രു എപ്പോഴും പുതിയ കളികളുമായാണ് വരിക. ചിലർ അപവാദങ്ങൾ പ്രചരിപ്പിക്കും, ചിലർ നിങ്ങളെ പരമാവധി പ്രകോപിപ്പിക്കും, മറ്റു ചിലർ നിങ്ങൾ തെറ്റുകാരനാണെന്ന് വരുത്തി തീർക്കാൻ നോക്കും, ചിലർ നിങ്ങളുടെ വികാരങ്ങൾ വെച്ച് കളിക്കും. ശത്രു മുന്നിൽ വരുമ്പോൾ ഒന്നുകിൽ അവനോട് എതിരിടണം, അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിഞ്ഞുമാറണം എന്നാണ് പൊതുവെ ആളുകൾ ചിന്തിക്കാറുള്ളത്. എന്നാൽ ഇത് വലിയൊരു തെറ്റായ ധാരണയാണ്. എല്ലായ്പ്പോഴും നേരിട്ടുള്ള യുദ്ധം ശക്തിയുടെ ലക്ഷണമാകണമെന്നില്ല, അതുപോലെ എല്ലായ്പ്പോഴുമുള്ള മൗനം ബുദ്ധിയുടെ ലക്ഷണവുമല്ല. യഥാർത്ഥ ബുദ്ധി എന്നത് ശത്രുവിനെ അവന്റെ തന്നെ കളിയിൽ കുടുക്കുക എന്നതാണ്. ഒരു ശത്രുവിന്റെ ഏറ്റവും വലിയ ബലഹീനത എന്താണെന്നറിയാമോ? അവൻ സ്വയം വിചാരിക്കുന്നത് താൻ വലിയ ബുദ്ധിമാനാണെന്നാണ്. മുന്നിലുള്ളയാൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നും തന്റെ എല്ലാ തന്ത്രങ്ങളും വിജയകരമായി നടക്കുന്നുണ്ടെന്നും അവൻ അന്ധമായി വിശ്വസിക്കും. ഇവിടെയാണ് അവന് പിഴയ്ക്കുന്നത്. കാരണം സ്വയം ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് കരുതുന്നവനാണ് സ്വന്തം കെണിയിൽ ഏറ്റവും എളുപ്പത്തിൽ വീഴുന്നത്. ചാണക്യനീതി പറയുന്നത് ശത്രുവിനെ തടയാൻ ശ്രമിക്കരുത്, അവനെ മുന്നോട്ടു പോകാൻ അനുവദിക്കുക എന്നാണ്. കാരണം അവൻ എത്രത്തോളം മുന്നോട്ടു പോകുന്നുവോ അത്രത്തോളം തെറ്റുകൾ അവൻ സ്വയം വരുത്തിവെക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളെക്കുറിച്ച് എപ്പോഴും മോശമായി സംസാരിക്കുന്ന ഒരാളുണ്ടെന്ന് കരുതുക. അവൻ നേരിട്ട് ആക്രമിക്കില്ല, പുറകിൽ നിന്ന് മാത്രമേ കളിക്കൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അടുത്തുനിന്നു തന്നെ പാരപണിയുന്ന ചില മനുഷ്യരെ കാണാം. നമ്മൾ കാണാത്ത നേരം നോക്കി മേലുദ്യോഗസ്ഥരുടെ അരികിലെത്തിയില്ലാത്ത കഥകൾ ചമച്ച് നമ്മുടെ വിലയിടിക്കാൻ നോക്കുന്നവർ. ഒപ്പമിരുന്ന് സൗഹൃദം നടിച്ചുകൊണ്ട് ടീമിനുള്ളിൽ അനാവശ്യമായ കുശുമ്പും തർക്കങ്ങളും ഉണ്ടാക്കി സമാധാനം കെടുത്തുന്നവർ. ഇതൊക്കെ നേരിട്ട് അനുഭവിക്കേണ്ടി വരുമ്പോൾ ആർക്കായാലും ഉള്ളിൽ ദേഷ്യം ഇരച്ചു കയറും. എന്നാൽ ആ ദേഷ്യത്തിന്റെ പുറത്ത് നേരെ ചെന്ന് അയാളോട് വഴക്കിട്ടാൽ എന്താകും അവസ്ഥ? കഥ ആകെ മാറിമറിയും. അവിടെ നമ്മളായിരിക്കും കുറ്റക്കാർ. ഓഫീസിലെ സമാധാന അന്തരീക്ഷം തകർത്തത് നമ്മളാണെന്ന് ചുറ്റുമുള്ളവർ വിധിയെഴുതും. യഥാർത്ഥ ശത്രു ഒരു ഭാഗത്തു മാറി ഇതെല്ലാം കണ്ട് ഉള്ളിൽ ചിരിക്കുന്നുണ്ടാകും. അതായത് നമ്മളറിയാതെ തന്നെ അയാളെ നമ്മൾ ജയിപ്പിച്ചു കഴിഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ പോകട്ടെ, കാലം എല്ലാത്തിനും മറുപടി നൽകുമെന്ന് കരുതി ഒന്നും ചെയ്യാതെ മിണ്ടാതിരുന്നാലോ? അതും വലിയ അപകടമാണ്. കാരണം ചില ശത്രുക്കൾ നമ്മുടെ മൗനത്തെ പേടിയായി തെറ്റിദ്ധരിക്കും. നമ്മൾ പേടിച്ചോടിയെന്ന് കരുതി അവർ കൂടുതൽ ശക്തമായി നമുക്കെതിരെ തിരിയാൻ അത് കാരണമാകും. അപ്പോൾ എന്താണിതിനൊരു വഴി? വഴി ഒന്നേയുള്ളൂ. അവൻ കളിക്കട്ടെ, പക്ഷേ കളി നമ്മുടെ നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം. ഒരു ശത്രു നമുക്കെതിരെ കരുക്കൾ നീക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വികാരാധീനരാകണം എന്നാണ്. നമ്മൾ ദേഷ്യപ്പെടണം, ധൃതി പിടിച്ച് എന്തെങ്കിലും വിഡ്ഢിത്തങ്ങൾ കാണിക്കണം എന്നൊക്കെ അവൻ കരുതും. നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ നേരെ വിപരീതമാണ്. തികച്ചും ശാന്തനായിരിക്കുക, എല്ലാം കാണുക, കൃത്യമായി മനസ്സിലാക്കുക, അവന്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. കാരണം
എത്ര വലിയ കള്ളം പറയുന്നവനാണെങ്കിലും എവിടെയെങ്കിലും വെച്ച് സ്വന്തം വാക്കുകളിൽ തന്നെ അവൻ കുടുങ്ങുക തന്നെ ചെയ്യും. ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ശത്രുവിന്റെ നീക്കങ്ങളെ ക്ഷമയോടെ നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരുവന് യുദ്ധം ചെയ്യേണ്ട ആവശ്യം പോലുമില്ലെന്ന്. നിങ്ങൾ ശത്രു തെറ്റുകാരനാണെന്ന് തെളിയിക്കാൻ നടക്കേണ്ടതില്ല, അവൻ സ്വയം തെറ്റുകാരനാണെന്ന് തെളിയിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് വേണ്ടത്. ശത്രുവിനെ വീഴ്ത്താൻ തക്കം പാർത്തിരിക്കുമ്പോൾ ധൃതിപ്പെട്ടവനെ പരസ്യമായി തുറന്നുകാട്ടാൻ ശ്രമിക്കരുത്. ഭൂരിഭാഗം ആളുകൾക്കും പറ്റുന്ന തെറ്റ് ഇതാണ്. ശത്രുവിന്റെ കളി മനസ്സിലായ ഉടനെ അവർ മറ്റുള്ളവരോട് പറയും, കണ്ടോ, അവൻ എനിക്കെതിരെ എന്താണ് ചെയ്യുന്നതെന്ന്, അവൻ എത്ര മോശക്കാരനാണ്. എന്നാൽ ഇതുകൊണ്ട് വിപരീത ഫലമേ ഉണ്ടാകൂ. മറ്റുള്ളവർ വിചാരിക്കും ഇയാൾ എപ്പോഴും പരാതി പറയുന്ന ഒരു പരാതിക്കാരനാണെന്ന്. യഥാർത്ഥ ശത്രു വീണ്ടും ഒരു കുഴപ്പവുമില്ലാതെ രക്ഷപ്പെടുകയും ചെയ്യും. യഥാർത്ഥ ബുദ്ധി എന്തെന്നാൽ നമ്മളൊന്നും മിണ്ടാതെ തന്നെ എല്ലാം മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടണം. ശത്രു സ്വന്തം പ്രവൃത്തികൾ കൊണ്ടുതന്നെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുന്ന ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം. നമ്മളൊന്നും പറയേണ്ടതില്ല, നമ്മുടെ വിജയവും പ്രവൃത്തികളും കൊണ്ട് അവന്റെ വാക്കുകളെല്ലാം വെറും അസംബന്ധമാണെന്ന് തെളിയിക്കുക. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ശത്രുവിനെ അധികകാലം ഒരേ നാടകം തുടരാനാകില്ല. എപ്പോഴെങ്കിലും ഒരിടത്ത് അവന്റെ യഥാർത്ഥ മുഖം പുറത്തുവരിക തന്നെ ചെയ്യും. പക്ഷേ അതിനായി നമുക്ക് വലിയ ക്ഷമ വേണം. ചാണക്യന്റെ തന്ത്രവും ഇതിലായിരുന്നു. ശത്രുകള്ളം പറയട്ടെ, അവൻ സ്വന്തം കള്ളങ്ങളിൽ തന്നെ ഒടുവിൽ കുടുങ്ങിക്കൊള്ളും. ഇന്നത്തെ ഭാഷയിൽ ഇതിനെ സൈക്കോളജിക്കൽ ട്രാപ്പ് അഥവാ മനഃശാസ്ത്രപരമായ കെണി എന്ന് വിളിക്കാം. നമ്മൾ ശത്രുവിനെ നേരിട്ട് ചെന്ന് പിടികൂടുന്നില്ല, പകരം അവൻ സ്വയം വന്ന് കെണിയിൽ വീഴുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ കുടുംബത്തിൽ തന്നെ ചില ബന്ധുക്കളുണ്ടാകും എല്ലാ അവസരങ്ങളിലും നമ്മളെ ഒതുക്കാൻ നോക്കുന്നവർ. കല്യാണത്തിന് ചെന്നാൽ പരിഹാസം, ഉത്സവങ്ങൾക്ക് ചെന്നാൽ മറ്റുള്ളവരുമായി താരതമ്യം, എല്ലാവരുടെയും മുന്നിൽ വെച്ച് തമാശയുടെ രൂപത്തിൽ വിഷം തുപ്പുക. ആ സമയത്ത് നമ്മൾ തിരിച്ചു പ്രതികരിച്ചാൽ അവിടുത്തെ കഥ കഴിഞ്ഞു. ഇവന് മുതിർന്നവരോട് സംസാരിക്കാൻ ഒരു വിവേകവുമില്ല എന്ന് മറ്റുള്ളവർ പറയും. എന്നാൽ അതിനു പകരം നമ്മൾ ശാന്തമായി ഒരു പുഞ്ചിരിയോടെ അത് നേരിട്ടാലോ? കാലം കടന്നു പോകുമ്പോൾ നമ്മുടെ കഠിനാധ്വാനം കൊണ്ടും നല്ല പെരുമാറ്റം കൊണ്ടും നമ്മുടെ വളർച്ച കൊണ്ടും അവരുടെ ആ വാക്കുകളെല്ലാം വെറും പൊള്ളയാണെന്ന് നമ്മൾ തെളിയിക്കും. അപ്പോൾ എന്താകും സംഭവിക്കുക? ആ മനുഷ്യൻ മറ്റുള്ളവരുടെ മുന്നിൽ വെറുമൊരു അസൂയക്കാരനായി സ്വയം മാറിക്കൊള്ളും. നമ്മളൊന്നും ചെയ്തില്ല എങ്കിലും അവൻ തോറ്റുപോയി. ഇതാണ് ശത്രുവിനെ അവന്റെ കളിയിൽ തന്നെ തളയ്ക്കുന്ന വിദ്യ. അടിപിടിയോ ചീത്തവിളിയോ പ്രതികാര ചിന്തയോ ഇല്ല, കേവലം വിവേകം മാത്രം. നമ്മൾ അവരുടെ അതേ നിലവാരത്തിലേക്ക് താഴാനാണ് ശത്രു എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ എന്ന് നമ്മൾ അവന്റെ കളിയെ മുകളിൽ നിന്ന് വീക്ഷിക്കാൻ തുടങ്ങുന്നുവോ, അന്ന് നമ്മൾ അവനേക്കാൾ ഒരുപടി മുന്നിലെത്തും. ഒരുപടി മുന്നിൽ നിൽക്കുന്നവൻ തന്നെയാണ് എപ്പോഴും വിജയിക്കുക. ശത്രുവിനോട് വഴക്കിട്ട് ഒരിക്കലും മഹാനാകാൻ നോക്കരുത്. അവന്റെ തന്ത്രങ്ങളിൽ തന്നെ അവനെ കുടുക്കി മുന്നോട്ടു പോവുക. ഇതാണ് ചാണക്യനീതി. ഇനി ശത്രുവിന്റെ കളി മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അടുത്ത പടി അവന്റെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അബദ്ധധാരണ ചില ശത്രുക്കൾ ഭയങ്കര ശക്തന്മാരാണ് എന്നതാണ്. യാഥാർത്ഥ്യമെന്തെന്നാൽ ആരും പൂർണ്ണമായും ശക്തരല്ല. ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും എവിടെയെങ്കിലും ഒരു ബലഹീനത ഒളിച്ചിരിപ്പുണ്ടാകും. ശത്രുവിന്റെ ആ ദുർബലമായ വശം തിരിച്ചറിയുന്നവന് പിന്നീട് പൊരുതേണ്ടി വരില്ല. ചാണക്യൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ശത്രുവിനെ തോൽപ്പിക്കാൻ അവന്റെ കരുത്തല്ല, അവന്റെ ബലഹീനതയാണ് നമ്മൾ അറിയേണ്ടത് എന്ന്. കാരണം കരുത്തിനോട് നേർക്കുനേർ ഏറ്റുമുട്ടിയാൽ നമ്മൾ തകർന്നു പോയേക്കാം, എന്നാൽ ബലഹീനതയിൽ തൊട്ടാൽ വിജയം സുനിശ്ചിതമാണ്. ശത്രു പുറമേക്ക് എത്ര അപകടകാരിയായി തോന്നിയാലും ഉള്ളിൽ അവൻ അത്രത്തോളം പൊള്ളയായിരിക്കും. ചിലർ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും, പക്ഷെ തനിക്കൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന രീതിയിലാകും പുറത്തു കാണിക്കുക. ചിലർ കടുത്ത അത്യാഗ്രഹികളായിരിക്കും, പക്ഷെ പുറമേക്കൊരു സന്യാസിയെപ്പോലെ ജീവിക്കും. ചിലർ അനാവശ്യമായ ബഹുമാനത്തിനു വേണ്ടി ദാഹിക്കുന്നവരായിരിക്കും, പക്ഷേ ആളുകളുടെ അഭിപ്രായം എനിക്ക് പുല്ലാണ് എന്ന് നടിക്കും. ഈ പുറമോടിയാണ് അവരുടെ ഏറ്റവും വലിയ ബലഹീനത. ഒരു ശത്രുവിന്റെ ബലഹീനത എപ്പോഴും ഏതെങ്കിലും ഒരു വികാരവുമായി ബന്ധപ്പെട്ടിരിക്കും. ശ്രദ്ധിച്ചു കേൾക്കൂ, മിക്ക ശത്രുക്കളുടെയും ബലഹീനതകൾ ഇവയിലൊന്നായിരിക്കും: ദേഷ്യം, അഹങ്കാരം, അത്യാഗ്രഹം, ഭയം, ആദരവ് നേടാനുള്ള കൊതി, താരതമ്യം ചെയ്യൽ അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ. ഇതിൽ ഏത് വികാരമാണ് അവനെ നയിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ പകുതി യുദ്ധം അവിടെ വെച്ച് നമ്മൾ ജയിച്ചു കഴിഞ്ഞു. ഒരു സത്യാവസ്ഥ പറയാം, ദേഷ്യമുള്ള ശത്രുവിനെ വീഴ്ത്താൻ വളരെ എളുപ്പമാണ്. അവന് സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ല. അവൻ പെട്ടെന്ന് പ്രതികരിക്കും, പെട്ടെന്ന് തന്നെ തെറ്റുകൾ വരുത്തും. സ്വന്തം ദേഷ്യത്തെ അടക്കി നിർത്താൻ കഴിയാത്തവൻ തന്റെ ശത്രുവിന് മുന്നോട്ട് വരാനുള്ള വഴി സ്വയം തുറന്നുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ചാണക്യൻ പറയുമായിരുന്നു, ശത്രു കോപാകുലനാണെങ്കിൽ ആ ദേഷ്യത്തിൽ തന്നെ അവൻ സ്വയം നശിക്കട്ടെ എന്ന്. നമ്മൾ അവനെ പ്രകോപിപ്പിക്കേണ്ടതില്ല. ശരിയായ സമയത്ത് തികച്ചും ശാന്തനായിരുന്ന അവന്റെ പ്രതികരണങ്ങൾ നിരീക്ഷിച്ചാൽ മാത്രം മതി. അവൻ സ്വയം എല്ലാവരുടെയും മുന്നിൽ തെറ്റുകാരനാകും. ഇനി അത്യാഗ്രഹമുള്ളവന്റെ കാര്യമെടുക്കാം. അത്യാഗ്രഹിയായ ശത്രു എപ്പോഴും ധൃതി കൂട്ടിക്കൊണ്ടിരിക്കും. അവന് കൂടുതൽ വേണം, ഇപ്പോൾ തന്നെ വേണം, എല്ലാം വേണം. ഈ ഒരു തിടുക്കം തന്നെയാണ് അവന്റെ കുഴി തോണ്ടുന്നത്. അത്യാഗ്രഹമുള്ള ഒരാൾക്കും ഒരിക്കലും സമനില പാലിക്കാൻ കഴിയില്ല. ചിന്ത കുറവും ആഗ്രഹങ്ങൾ കൂടുതലുമായിരിക്കും അവർക്ക്.
ശത്രു അത്യാഗ്രഹിയാണെങ്കിൽ അവനെ തടയാൻ നിൽക്കരുത്, അവൻ മുന്നോട്ടു പോകട്ടെ. ഒരു ദിവസം അവൻ നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ദൂരേക്ക് പോയി സ്വയം വീണുകൊള്ളും. അടുത്തത് അഹങ്കാരമാണ്. അഹങ്കാരിയായ ശത്രു താനാണ് ലോകത്തിൽ ഏറ്റവും മിടുക്കൻ എന്ന് കരുതും. മറ്റുള്ളവരെയെല്ലാം അവൻ വളരെ നിസ്സാരമായി കാണും. തനിക്ക് മുന്നിലുള്ളവൻ വെറുമൊരു വിഡ്ഢിയാണെന്ന് അവൻ ഉറപ്പിച്ചു നിർത്തും. അവന്റെ ഏറ്റവും വലിയ പരാജയവും ഈ ചിന്തയാണ്. അഹങ്കാരം മനുഷ്യന്റെ കണ്ണ് മടിപ്പിക്കും. വഴി കാണാൻ കഴിയാത്തവനെ തള്ളിയിടാൻ വളരെ എളുപ്പമാണ്. ചാണക്യന്റെ തന്ത്രവും ഇതായിരുന്നു. അഹങ്കാരിയായ ശത്രുവിന് അവൻ തന്നെയാണ് ഏറ്റവും വലിയ ശത്രു. പക്ഷേ ശത്രുവിന്റെ ബലഹീനത മനസ്സിലാക്കുക എന്നാൽ ഉടൻ തന്നെ അവനെ ആക്രമിക്കുക എന്നല്ല അർത്ഥം. ഇവിടെയാണ് 90% ആളുകൾക്കും തെറ്റുപറ്റുന്നത്. ശത്രുവിന്റെ ബലഹീനത കണ്ടയുടൻ അവർ ചാടി വീണ് ആക്രമിക്കും. ഫലമോ? ശത്രു അതോടെ ജാഗരൂകനാകും. ജാഗ്രതയുള്ള ശത്രു കൂടുതൽ അപകടകാരിയാണ്. യഥാർത്ഥ ബുദ്ധി എന്നത് ബലഹീനത മനസ്സിലാക്കി ശരിയായ സമയത്തിനായി കാത്തിരിക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, ഓഫീസിലൊരു വ്യക്തിയുണ്ട്. അയാൾക്ക് എപ്പോഴും പ്രശംസകൾ കിട്ടണം. എല്ലാ മീറ്റിംഗുകളിലും സ്വയം വലിയ ആളായി കാണിക്കും. മറ്റുള്ളവർ ചെയ്ത ജോലിയുടെ ക്രെഡിറ്റ് പോലും അയാൾ തട്ടിയെടുക്കും. ആ സമയത്ത് തന്നെ നമ്മൾ അയാളെ തടഞ്ഞ് സംസാരിച്ചാൽ അയാൾ ജാഗ്രത പാലിക്കും. എന്നാൽ നമ്മൾ മിണ്ടാതെ ഇതെല്ലാം നോക്കി നിന്നാൽ കാലക്രമേണ അയാളുടെ ആ സ്വഭാവം തന്നെ അയാൾക്ക് വിനയാകും. അയാൾ കൂടുതൽ സംസാരിക്കാനും കൂടുതൽ ക്രെഡിറ്റ് സ്വന്തമാക്കാനും ശ്രമിക്കും. ഒടുവിൽ ഒരു ദിവസം അയാൾ ചെയ്യുന്നത് എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകും. നമ്മളൊന്നും ചെയ്തില്ല, എങ്കിലും അയാൾ താഴേക്ക് വീണു. ഇതാണ് ബലഹീനതകളിൽ പ്രഹരിക്കേണ്ട ശരിയായ രീതി. ബഹളങ്ങളില്ലാതെ, വഴക്കുകളില്ലാതെ, പ്രതികാരത്തിന്റെ അഗ്നിയിലെരിയാതെ ശത്രുവിനെ അവന്റെ ബലഹീനത കൊണ്ട് തന്നെ നേരിടുക. ശത്രുവിനെ അവന്റെ ബലഹീനതയിൽ തന്നെ സ്വയം കുടുങ്ങാൻ അനുവദിക്കുക. ഇതാണ് ചാണക്യന്റെ യഥാർത്ഥ നീതി. ഒരിക്കലും ശത്രുവിന്റെ ബലഹീനതയെ പരിഹസിക്കരുത്. മറ്റുള്ളവരുടെ കുറവുകളെ പരിഹസിക്കുന്നവൻ താൻ തന്നെയാണ് ദുർബലൻ എന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഉയർന്ന ചിന്താഗതിയുള്ളവരായിരിക്കണം, ശാന്തരായിരിക്കണം, എല്ലാം നിരീക്ഷിക്കുന്നവരായിരിക്കണം. കാരണം കാര്യങ്ങളെ മുകളിൽ നിന്ന് വീക്ഷിക്കുന്നവന് മാത്രമേ ശരിയായ നീക്കങ്ങൾ നടത്താൻ കഴിയൂ. ശത്രുവിന്റെ ബലഹീനത നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം നമ്മുടെ ഉള്ളിലെ ഭയം ഇല്ലാതാകും. ഭയം എവിടെ അവസാനിക്കുന്നുവോ അവിടെയാണ് വിജയം തുടങ്ങുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കൈകളിൽ കരുത്തുറ്റ 3 ആയുധങ്ങളുണ്ട്. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുക, ശത്രുവിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കുക, അവന്റെ ബലഹീനത തിരിച്ചറിയുക. ഒരു ശത്രുവിന്റെ ഏറ്റവും വലിയ കരുത്തെന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവന്റെ മൂർച്ചയേറിയ ബുദ്ധിയോ, ചടുലമായ നീക്കങ്ങളോ, അതോ മുറിവേൽപ്പിക്കുന്ന വാക്കുകളോ? യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല സുഹൃത്തുക്കളെ. തനിക്ക് ചുറ്റും അവൻ കൂടെ നിർത്തിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അയാളുടെ യഥാർത്ഥ ബലം. കാരണം ഈ ലോകത്ത് ഒറ്റയ്ക്കൊരു മനുഷ്യനും അധിക ദൂരം മുന്നോട്ടു പോകാനാകില്ല. താൻ പറയുന്ന നുണകൾ വിശ്വസിക്കാനും തന്റെ കുതന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കാനും ഒപ്പം നടക്കാനും ഏതൊരാൾക്കും ഒരു കൂട്ടുകെട്ട് ആവശ്യമാണ്. എന്നാണ് ആ മനുഷ്യർ അവനിൽ നിന്ന് അകലാൻ തുടങ്ങുന്നത്. അന്ന് അയാളിലെ ശത്രുതയും അവസാനിക്കും. പിന്നെ അവൻ വെറുമൊരു സാധാരണക്കാരൻ മാത്രമായി ഒതുങ്ങിപ്പോകും. ചാണക്യൻ പണ്ടേ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. ശത്രുവിന്റെ യഥാർത്ഥ ശക്തി അവന്റെ അനുയായികളിലാണ്. ആ കൂട്ടത്തെ തന്ത്രപൂർവ്വം അവനിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ശത്രു തനിയെ തകർന്നടിഞ്ഞോളും. നമുക്ക് നേരെ വന്ന് നേരിട്ട് ആക്രമിക്കാൻ ശത്രുക്കൾക്കെപ്പോഴും ഭയമാണ്. അതുകൊണ്ടുതന്നെ അവർ ഒരു സംഘത്തിന് പിന്നിൽ ഒളിച്ചാകും നിങ്ങളുടെ നേരെ വരിക. ഓഫീസുകളിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി നടക്കുന്നവരെയും, കുടുംബങ്ങളിൽ ആളുകളെ തമ്മിലടുപ്പിച്ച് രസിക്കുന്നവരെയും, സമൂഹത്തിൽ അനാവശ്യമായ കിംവദന്തികൾ പരത്തുന്നവരെയുമൊക്കെ നമുക്ക് ചുറ്റും കാണാം. എന്തുകൊണ്ടാണ് അവർ ഈ കൂട്ടുകെട്ടുകളെ ആശ്രയിക്കുന്നത്? കാരണം ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ചാൽ തങ്ങളുടെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. ഒപ്പമുള്ള ആ കൂട്ടമാണ് അവർക്ക് ധൈര്യവും ശബ്ദവും വ്യാജമായ ആത്മവിശ്വാസവുമൊക്കെ നൽകുന്നത്. നിങ്ങൾ നേരെ ചെന്ന് ആ ശത്രുവുമായി വഴക്കിടാൻ നിന്നാൽ ആ കൂട്ടം മുഴുവൻ അയാൾക്ക് ചുറ്റും ഒരു കോട്ട പോലെ ഒന്നിക്കും. ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. നോക്കൂ, ഇയാളാണ് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത്, അന്തരീക്ഷം വഷളാക്കുന്നത് എന്ന്. ആ സമയം ശത്രു പിന്നിൽ മാറി നിന്ന് നിങ്ങൾ തകരുന്നത് കണ്ട് ആസ്വദിക്കുകയാവും ചെയ്യുക. അതായത് അറിയാതെയാണെങ്കിലും നിങ്ങൾ അയാളുടെ ഏറ്റവും വലിയ ശക്തിയെ കൂടുതൽ ശക്തമാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശത്രുവെയല്ല, അവന്റെ കൂടെ നിൽക്കുന്ന ആ കൂട്ടത്തെയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അത് തല്ലുകൂടിയോ തർക്കിച്ചോ അവരെ അപമാനിച്ചോ ആകരുത്, മറിച്ച് തികച്ചും ബുദ്ധിപൂർവമായിരിക്കണം. ഉദാഹരണത്തിന്, ഓഫീസിലൊരാൾ നിങ്ങൾക്കെതിരെ കരുക്കൾ നീക്കുന്നു എന്ന് കരുതുക. അവൻ നേരിട്ട് അധികം സംസാരിക്കില്ല. പകരം അവന്റെ വാക്കുകൾ ഏറ്റുപിടിച്ച് നടക്കാൻ ചുറ്റും കുറച്ചാളുകളെ നിർത്തിയിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആ പിന്തുണയ്ക്കുന്നവരുടെ മുന്നിൽ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം സാവധാനം തെളിയിക്കുക എന്നതാണ്. ഒച്ചപ്പാടുണ്ടാക്കിയല്ല, മറിച്ച് വളരെ ശാന്തമായി നിങ്ങളുടെ ജോലിയിലൂടെയും പെരുമാറ്റത്തിലൂടെയും എല്ലായ്പ്പോഴും ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അത് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ സാവധാനം ആ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങും, ഈ മനുഷ്യൻ പറയുന്നതിൽ തെറ്റില്ലല്ലോ, യഥാർത്ഥ പ്രശ്നം മറ്റെവിടെയോ ആണല്ലോ എന്ന്. അവിടെയാണ് ആ ശത്രു ഒറ്റപ്പെടാൻ തുടങ്ങുന്നത്. ആരെയും ഒറ്റയടിക്ക് ഒറ്റപ്പെടുത്താൻ കഴിയില്ല.
അതിനായി തിടുക്കം കൂട്ടുന്നവർ സ്വന്തം കെണിയിൽ തന്നെ ചെന്ന് വീഴും. വളരെ പതുക്കെ ക്ഷമയോടെ വേണം കരുക്കൾ നീക്കാൻ. ചാണക്യന്റെ തന്ത്രവും ഇതുതന്നെയായിരുന്നു. ഒപ്പമുള്ളവരെ മാറ്റുക, പക്ഷേ ഒട്ടും ബഹളമുണ്ടാക്കരുത്. കാരണം ബഹളമുണ്ടാക്കുന്നവരാണ് ആദ്യം പിടിക്കപ്പെടുക. നിശബ്ദമായി തന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നവനാണ് ഒടുവിൽ വിജയിക്കുന്നത്. ഇനി ഓരോ സാഹചര്യത്തിലും നിങ്ങൾക്കെതിരെ കുടുംബാംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ബന്ധുണ്ടെന്ന് വിചാരിക്കുക. അയാൾ മുന്നിൽ വന്ന് ഒന്നും പറയില്ല, പക്ഷെ പിന്നിൽ നിന്ന് എല്ലാവരുടെയും ചെവി ഓതുന്നുണ്ടാകും. നിങ്ങൾ അയാളുടെ മുന്നിൽ ചെന്ന് വഴക്കിട്ടാൽ കുടുംബം മുഴുവൻ അയാൾക്കൊപ്പം നിൽക്കും. എന്നാൽ അതിനുപകരം നിങ്ങൾ തികച്ചും ശാന്തനായി എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറുകയും നിങ്ങളുടെ മാന്യത നിലനിർത്തുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുക? ആ ബന്ധുവിന്റെ കുതന്ത്രങ്ങൾ പതുക്കെ പുറത്തുവരും. ആളുകൾ സ്വയം പറയാൻ തുടങ്ങും, ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്, എപ്പോഴും ഇയാൾ ഇതുതന്നെയാണല്ലോ ചെയ്യുന്നതെന്ന്. നിങ്ങൾ ഒരു വാക്കുപോലും തിരിച്ചു പറയാതെ തന്നെ കാര്യം സാധിച്ചു. ഇതാണ് ശത്രുവിനെ നിശബ്ദമായി ഒറ്റപ്പെടുത്തുന്ന കല. ചീത്തവിളികളോ പ്രതികാരമോ വഴക്കുകളോ ഇല്ലാതെ വെറും ക്ഷമയും വിവേകവും കൊണ്ട് നേടുന്നത്. ശത്രു ഒറ്റപ്പെട്ടു തുടങ്ങുമ്പോൾ അവന്റെ ആത്മവിശ്വാസം തകരും. ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതോടെ അവന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിച്ചു തുടങ്ങും. അവൻ കൂടുതൽ സംസാരിക്കും, കൂടുതൽ കോപിക്കും, അങ്ങനെ സ്വയം വെളിപ്പെടും. ആ തെറ്റുകൾ തന്നെയാണ് അവനെ താഴേക്ക് വീഴ്ത്തുന്നത്. ശത്രുവിനെ നിങ്ങൾ നേരിട്ട് വീഴ്ത്തേണ്ടതില്ല, അവനെ ഒറ്റയ്ക്ക് നിൽക്കാൻ അനുവദിച്ചാൽ മതി. ഒറ്റപ്പെടുന്ന ഒരു മനുഷ്യനും അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ശത്രുവിനെതിരെ ഉപയോഗിക്കാവുന്ന 4 ശക്തമായ ആയുധങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഇതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് ഒട്ടും ബഹളമുണ്ടാക്കാതെ ലക്ഷ്യം കാണുന്ന മറ്റൊരു ആയുധം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് വാളിനോ ആൾബലത്തിനോ ഉയർന്ന ശബ്ദത്തിനോ ഒന്നുമല്ല, അത് സമയത്തിനാണ്. ശത്രു പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നതും ഇതാണ്. പെട്ടെന്ന് ആക്രമിച്ചാലോ, പെട്ടെന്ന് അപകീർത്തിപ്പെടുത്തിയാലോ, സമ്മർദ്ദത്തിലാക്കിയാലോ വിജയിക്കാമെന്ന് അവൻ കരുതുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ തന്റെ ആ തിടുക്കം കൊണ്ട് അവൻ സ്വന്തം പതനത്തിനാണ് തുടക്കമിടുന്നത്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ക്ഷമ കൈവിടാത്ത ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ ഒരു ശത്രുവിനും കഴിയില്ല എന്ന്. ശത്രുക്കൾ ആക്രമിക്കുന്നത് പലപ്പോഴും വികാരങ്ങൾക്ക് അടിമപ്പെട്ടാണ്. അത് ദേഷ്യമോ അസൂയയോ ഭയമോ ആകാം. അങ്ങനെ വികാരവിക്ഷോഭത്തോടെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അപൂർണമായിരിക്കും. നിങ്ങൾ അതിന് നേർവിപരീതമായി പ്രവർത്തിക്കണം. അവൻ തിടുക്കം കൂട്ടുമ്പോൾ നിങ്ങൾ കാത്തുനിൽക്കണം. അവൻ തുള്ളിച്ചാടുമ്പോൾ നിങ്ങൾ ശാന്തനാകണം. അവൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അവിടെയാണ് കളി മാറുന്നത്. നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കണമെന്നാണ് ശത്രു ആഗ്രഹിക്കുന്നത്. കാരണം ആ നിമിഷത്തിലാണ് നിങ്ങൾ ഏറ്റവും ദുർബലനാകുന്നത്. എന്നാൽ അവന്റെ വാക്കുകളോട് പെട്ടെന്ന് പ്രതികരിക്കുന്നത് എന്നാണ് നിങ്ങൾ നിർത്തുന്നത്. അന്ന് അവന്റെ തന്ത്രങ്ങളെല്ലാം നിഷ്ഫലമാകും. സമയം കൊടുക്കുക എന്നത് ബലഹീനതയല്ല, മറിച്ച് അതൊരു വലിയ തന്ത്രമാണ്. ആരെങ്കിലും നിങ്ങൾക്കെതിരെ ഒരു കള്ളം പ്രചരിപ്പിക്കുന്നു എന്ന് കരുതുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്നാമത്തേത് ആ നിമിഷം തന്നെ ഒച്ചപ്പാടുണ്ടാക്കി ദേഷ്യപ്പെട്ട് ന്യായീകരണം നൽകുക. രണ്ടാമത്തേത് ശാന്തമായിരുന്ന് നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഭൂരിഭാഗം ആളുകളും ആദ്യത്തെ വഴിയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പരാജയപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നു. കാരണം കള്ളങ്ങൾക്ക് എപ്പോഴും ഉടനടി മറുപടി വേണം. എന്നാൽ സത്യത്തിന് സമയത്തിന്റെ ആവശ്യമുണ്ട്. സമയം എപ്പോഴും സത്യത്തോടൊപ്പമേ നിൽക്കൂ. ആർക്കും അധികകാലം അഭിനയിക്കാൻ കഴിയില്ല. ഒടുവിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൂടുതൽ സംസാരിച്ചോ ദേഷ്യപ്പെട്ടോ അമിതമായി ആർത്തി കാണിച്ചോ ശത്രു സ്വയം വെളിപ്പെടും. നിങ്ങളുടെ ജോലി വെറുതെ കാത്തിരിക്കുക, കാര്യങ്ങൾ വീക്ഷിക്കുക, ശരിയായ സമയത്ത് ശരിയായ ചുവട് വയ്ക്കുക എന്നത് മാത്രമാണ്. ചാണക്യന്റെ നീതിയും ഇതുതന്നെയായിരുന്നു. ശരിയായ സമയത്ത് ചെയ്യുന്ന പ്രഹരമാണ് ഏറ്റവും മാരകം. തിടുക്കത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ശത്രുവിനെ കൂടുതൽ ജാഗരൂകനാക്കും. എന്നാൽ കൃത്യമായ സമയത്ത് ചെയ്യുന്ന നീക്കം അവന് തിരുത്താനുള്ള ഒരവസരം പോലും നൽകില്ല. സമയം വരാൻ കാത്തിരിക്കുക എന്ന് വെച്ചാൽ കയ്യും കെട്ടി വെറുതെ ഇരിക്കുക എന്നല്ല അർത്ഥം. ആ സമയം കൊണ്ട് നമ്മളെ തന്നെ കൂടുതൽ ശക്തരാക്കുക എന്നാണ്. ശത്രു നിങ്ങൾക്കെതിരെ തന്ത്രങ്ങൾ നെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കണം, നിങ്ങളുടെ ജോലി മെച്ചപ്പെടുത്തണം, ബന്ധങ്ങൾ സുദൃഢമാക്കണം, നിങ്ങളുടെ പ്രതിച്ഛായ നല്ലതായി നിലനിർത്തണം. അങ്ങനെ സത്യം പുറത്തുവരുമ്പോൾ ആളുകൾക്ക് നിങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടാകും. എതിരാളി ഒന്നും ചെയ്യുന്നില്ലെന്ന് ശത്രു തെറ്റിദ്ധരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ വലിയൊരു മുന്നൊരുക്കത്തിലായിരിക്കും. അങ്ങനെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയൊരു മനുഷ്യൻ മുന്നോട്ട് ചുവടുവെക്കുമ്പോൾ അവിടെ മാറ്റങ്ങൾ പ്രകടമാകും. ഓഫീസിൽ ചിലർ നിങ്ങൾക്കെതിരെ പതുക്കെ പുകമറ സൃഷ്ടിക്കാറുണ്ട്. ഓരോ ചെറിയ കാര്യത്തിനും നിങ്ങൾ മേലുദ്യോഗസ്ഥന്റെ അടുത്ത് പരാതിയുമായി ഓടിയാൽ നിങ്ങൾ തന്നെയാണ് അവിടെ ദുർബലനായി മുദ്രകുത്തപ്പെടുക. എന്നാൽ അതിനുപകരം നിങ്ങളുടെ ജോലിയിലൂടെ മികച്ച ഫലങ്ങൾ നിരന്തരം കാണിച്ചുകൊണ്ടിരുന്നാൽ ഒരു ദിവസം ആ മേലുദ്യോഗസ്ഥൻ തന്നെ നിങ്ങളോട് വന്ന് ചോദിക്കും, എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന്. അപ്പോൾ നിങ്ങളൊന്നും പറയേണ്ടി വരില്ല. നിങ്ങളുടെ സത്യം അവിടെ സ്വയം സംസാരിച്ചുകൊള്ളും. ഓർക്കുക, സമയം സമ്മാനം നൽകുന്നത് ശത്രുവിനല്ല, ക്ഷമയോടെ കാത്തിരിക്കുന്നവനാണ്. കാത്തിരിക്കാൻ അറിയുന്നവൻ ശരിയായ അവസരത്തിൽ വളരെ ദൂരം മുന്നിലെത്തും. ശത്രുവിന് പിന്നിൽ നിന്ന് നോക്കാൻ മാത്രമേ സാധിക്കൂ. നിങ്ങൾ തളർന്നു പോകണമെന്നും തോറ്റുകൊടുക്കണമെന്നുമാണ് ശത്രു എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ സമയത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നവനാണ് യഥാർത്ഥ വിജയി. അതുകൊണ്ട് വഴക്കുകളില്ലാതെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ആ തിടുക്കം അങ്ങ് ഉപേക്ഷിക്കുക. സമയത്തെ നിങ്ങളുടെ കൂട്ടുകാരനാക്കുക, നിങ്ങളുടെ ആയുധമാക്കുക.
കാരണം സമയത്തിന്റെ ഒഴുക്കിനൊപ്പം നീങ്ങുന്നവനെ തടഞ്ഞു നിർത്താൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. ഇപ്പോൾ നിങ്ങൾ ശത്രുവിന്റെ രീതികൾ, അവന്റെ തന്ത്രങ്ങൾ, അവന്റെ കൂടെയുള്ള കൂട്ടം, സമയത്തിന്റെ പ്രാധാന്യം എന്നിവയെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് കളി ആകെ തിരിച്ചുമറിക്കുന്ന ആ നിയമമാണ്. പണ്ട് ചാണക്യൻ രാജാക്കന്മാർക്കായി രൂപപ്പെടുത്തിയ നീതിയാണത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഏതൊരു സാധാരണക്കാരനും ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധമാണത്. ആ നിയമത്തിന്റെ പേരാണ് സാമം, ദാനം, ദണ്ഡം, ഭേദം. ഈ 4 വാക്കുകൾ ശരിയായ രീതിയിൽ പ്രയോഗിക്കാൻ പഠിച്ചാൽ ഒരു യുദ്ധം പോലും ചെയ്യാതെ എത്ര വലിയ ശത്രുവിനെയും നിങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തിക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തുടക്കത്തിൽ തന്നെ ഞാൻ വ്യക്തമാക്കാം. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ 4 വഴികളും ഒരേ സമയം പ്രയോഗിക്കാനുള്ളതല്ല. അതുപോലെ തന്നെ എല്ലാ ശത്രുക്കൾക്കെതിരെയും ഒരേ ആയുധം ഫലിക്കുകയുമില്ല. ഭൂരിഭാഗം ആളുകൾക്കും പിഴവ് പറ്റുന്നത് കൃത്യമായി ഈയൊരു കാര്യത്തിലാണ്. അവർ എല്ലാ എതിരാളികളോടും ഒരേ രീതിയിൽ പെരുമാറുകയും പിന്നീട് ഈ തന്ത്രങ്ങളൊന്നും പ്രായോഗികമല്ലെന്ന് പറഞ്ഞ് നിരാശപ്പെടുകയും ചെയ്യും. യഥാർത്ഥത്തിൽ കുറ്റം തന്ത്രങ്ങളുടേതല്ല, മറിച്ച് അതെവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്നറിയാത്തതുകൊണ്ടാണ്. ഇതിൽ ഒന്നാമത്തെ മാർഗമാണ് സാമം, അതായത് സമാധാനത്തിന്റെ വഴിയിലൂടെ കാര്യങ്ങൾ അനുകൂലമാക്കുക. വളരെ ശാന്തമായി സംസാരിക്കുക, ആവശ്യമായ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക, നമ്മൾ അവരുടെ ശത്രുക്കളല്ലെന്ന് സ്നേഹത്തോടെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നിവയൊക്കെയാണ് സാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. ചില മനുഷ്യർ യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുക്കളായിരിക്കില്ല, മറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രകോപനത്തിൽ പെട്ടോ ആയിരിക്കും അവർ നമുക്കെതിരെ തിരിയുന്നത്. അങ്ങനെയുള്ളവരുമായി യുദ്ധത്തിന് മുതിർന്നാൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. എതിരാളിയുടെ ഉള്ളിൽ ഇനിയും മനുഷ്യത്വത്തിന്റെ ഒരംശം ബാക്കിയുണ്ടെങ്കിൽ ഈ വഴി തീർച്ചയായും വിജയം കാണും. ശാന്തമായ സംഭാഷണവും ശരിയായ വാക്കുകളും മാന്യമായ പെരുമാറ്റവും ഉണ്ടെങ്കിൽ എത്ര വലിയ ശത്രുതയും ഇല്ലാതാക്കാൻ സാധിക്കും. എവിടെയാണോ വാക്കുകൾ കൊണ്ട് കാര്യം നടക്കുന്നത് അവിടെ ആയുധമെടുക്കുന്നത് വിഡ്ഢിത്തമാണെന്നാണ് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമത്തെ വഴി ദാനം ആണ്, അതായത് നേട്ടങ്ങൾ കാണിച്ച് പ്രലോഭിപ്പിക്കുക. ചില മനുഷ്യർക്ക് ജീവിതത്തിൽ യാതൊരുവിധ തത്വങ്ങളോ നിലപാടുകളോ ഉണ്ടാകില്ല. അവർക്ക് സ്വന്തം ലാഭം മാത്രമായിരിക്കും പ്രധാനം. ഇങ്ങനെയുള്ള ശത്രുക്കൾ നമുക്കെതിരെ വരുമ്പോൾ അവരോട് നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഒട്ടും ബുദ്ധിയല്ല. പകരം നമ്മളോടൊപ്പം നിൽക്കുന്നതിലാണ് അവരുടെ യഥാർത്ഥ ലാഭമെന്ന് അവരെ ബുദ്ധിപൂർവ്വം ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. എപ്പോഴാണോ അവരുടെ സ്വാർത്ഥലാഭം നമ്മളിലേക്ക് വന്നുചേരുന്നത് അപ്പോൾ തന്നെ അവരുടെ ശത്രുതയും തനിയെ അവസാനിക്കും. ഇവിടെ ദാനം എന്ന് പറയുമ്പോൾ കൈക്കൂലി കൊടുക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് ശരിയായ സമയത്ത് ശരിയായ നേട്ടങ്ങൾ അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുക എന്നാണ്. മൂന്നാമത്തെ വഴി ദണ്ഡമാണ്, അതായത് കർശനമായ നടപടിയെടുക്കേണ്ട ഘട്ടം. പലരും ഈയൊരു ഘട്ടത്തിൽ ഭയന്നു പിന്മാറാറുണ്ട്. പക്ഷേ യാഥാർത്ഥ്യമെന്തെന്നാൽ ചില ശത്രുക്കൾ സ്നേഹത്തോടെ പറഞ്ഞാൽ മനസ്സിലാക്കില്ല, ലാഭം കാണിച്ചാലും മാറില്ല. അവർക്ക് എന്തെങ്കിലും നഷ്ടം വരുമെന്ന ഭയമുണ്ടായാൽ മാത്രമേ അവർ പിന്മാറൂ. അങ്ങനെയുള്ളവരോട് മൃദുസമീപനം കാണിക്കുന്നത് നമ്മളോട് തന്നെ ചെയ്യുന്ന വലിയൊരു അനീതിയാണ്. ഇവിടെ ദണ്ഡമെന്നാൽ ശാരീരികമായ അക്രമമല്ല, മറിച്ച് ശക്തമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. നിയമത്തിന്റെ സഹായത്തോടെ തെറ്റുകളെ തടയുക, കർക്കശമെങ്കിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കുക. മുന്നോട്ടു പോയാൽ തനിക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ശത്രുവിന് ബോധ്യമായാൽ അവൻ സ്വയം 2 ചുവട് പിന്നോട്ട് പോയിക്കോളും. ശിക്ഷ നടപ്പാക്കാൻ മടിക്കുന്നവൻ വ്യവസ്ഥിതിയിൽ അരാജകത്വം സൃഷ്ടിക്കുമെന്നാണ് ചാണക്യന്റെ പക്ഷം. നാലാമത്തെയും ഏറ്റവും അപകടകരവുമായ വഴിയാണ് ഭേദം. ശത്രുപക്ഷത്ത് ഭിന്നതയുണ്ടാക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ശത്രു എന്നത് പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കില്ല, അതൊരു കൂട്ടമായിരിക്കും. ഏത് കൂട്ടായ്മയിലും അഭിപ്രായ വ്യത്യാസങ്ങളും അസൂയയും പരസ്പരമുള്ള താരതമ്യങ്ങളും ഉണ്ടാകുക സ്വാഭാവികമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മൾ നേരിട്ട് രംഗത്ത് വരാതെ അവരുടെ ഉള്ളിലെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ചെറിയ രീതിയിൽ കാറ്റും വെളിച്ചവും നൽകുക. അവർ പരസ്പരമുള്ള വിശ്വാസമില്ലായ്മയിലേക്ക് നീങ്ങാൻ തുടങ്ങിയാൽ മാത്രം മതി. പിന്നീട് നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ആ യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചിരിക്കും. ഈ 4 വഴികളും ഒരു ഗോവണിപ്പടി പോലെയാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യം സാമം നോക്കുക, അത് നടന്നില്ലെങ്കിൽ ദാനം പ്രയോഗിക്കുക, എന്നിട്ടും വഴങ്ങിയില്ലെങ്കിൽ ദണ്ഡം പുറത്തെടുക്കുക, ആവശ്യമെങ്കിൽ മാത്രം ഭേദം ഉപയോഗിക്കുക. ഇതൊന്നും നോക്കാതെ നേരിട്ട് ഭേദത്തിലേക്കോ ദണ്ഡത്തിലേക്കോ പോകുന്നവൻ മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു വില്ലനായി മാറും. ചാണക്യന്റെ നയങ്ങൾ ഒരിക്കലും ധൃതി പിടിച്ചുള്ളതല്ല. ഇന്നത്തെ കാലത്ത് ഓഫീസിലായാലും ബിസിനസ്സിലായാലും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഈ 4 തന്ത്രങ്ങളും പ്രസക്തമാണ്. ശരിയായ സമയത്ത് ഇവ കൃത്യമായ അളവിൽ ഉപയോഗിക്കാൻ പഠിക്കുന്ന ഒരാൾ ഒരിക്കലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവില്ല. ഓർക്കുക, ബുദ്ധിയുള്ള ഒരാൾ എല്ലാ ശത്രുക്കളോടും ഒരേ രീതിയിലല്ല പെരുമാറുന്നത്. ചിലപ്പോൾ അവൻ ശാന്തനാകും, ചിലപ്പോൾ തന്ത്രശാലയാകും, മറ്റു ചിലപ്പോൾ കർക്കശക്കാരനാകും, ചിലപ്പോൾ അദൃശ്യനായി മാറി നിൽക്കും. ഈയൊരു സമനിലയാണ് നിങ്ങളെ ശത്രുവിനേക്കാൾ ഏറെ മുന്നെത്തിക്കുന്നത്. ഈ നിയമമാണ് ഏറ്റവും പ്രായോഗികം. കാരണം ഇത് നിങ്ങളെ പോരാടാനല്ല, വിജയിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഇതുവരെ നിങ്ങൾ കേട്ട നിയമങ്ങളെല്ലാം ശത്രുവിനെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചായിരുന്നു. എന്നാൽ ഈ അവസാനത്തെ നിയമം ശത്രുവിനെ നേരിടാനുള്ളതല്ല, മറിച്ച് അവനെ തികച്ചും നിഷ്പ്രഭനാക്കാനുള്ളതാണ്.
കൈപ്പേറിയ ഒരു സത്യമെന്തെന്നാൽ ഭൂരിഭാഗം ശത്രുക്കളും നിങ്ങളോട് ശത്രുത കാണിക്കുന്നത് നിങ്ങൾ അവർക്കെന്തെങ്കിലും ദ്രോഹം ചെയ്തതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ജീവിതത്തിൽ മുന്നേറുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ വളർച്ച അവരുടെ പരാജയങ്ങൾക്ക് മുന്നിൽ ഒരു കണ്ണാടിയായി മാറുന്നു. ആ കണ്ണാടിയിലെ കാഴ്ചയാണ് അവരെ പൊള്ളിക്കുന്നത്. ഈ ലോകത്ത് വ്യക്തിപരമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ശത്രുത വളരെ കുറവാണ്. ഭൂരിഭാഗവും മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന അസൂയയിൽ നിന്ന് ജനിക്കുന്നതാണ്. ഇവൻ എങ്ങനെ എന്നെക്കാൾ മുന്നിലെത്തി? ഇവന് മാത്രം എങ്ങനെ ഈ അവസരം കിട്ടി? എനിക്ക് സാധിക്കാത്തത് ഇവൻ എങ്ങനെ നേടിയെടുത്തു? ഇത്തരം ചിന്തകളാണ് ശത്രുതയായി മാറുന്നത്. ഈ ശത്രുക്കളോട് പോരാടാൻ നിങ്ങൾ സമയം കളഞ്ഞാൽ അവർ നിൽക്കുന്ന അതേ താഴ്ന്ന നിലവാരത്തിലേക്ക് നിങ്ങളും വീണുപോകും. അതിനുപകരം നിങ്ങളുടെ കഠിനാധ്വാനത്തിലും ലക്ഷ്യത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ ഉയരങ്ങളിലേക്ക് കുതിക്കും. ഉയരങ്ങളിലെത്തിയ ഒരാൾ താഴെയുള്ളവരോട് വഴക്കിട്ടല്ല, മറിച്ച് തന്റെ ആ ഉയരം കൊണ്ടാണ് അവരെ തോൽപ്പിക്കുന്നത്. ഇവിടെ ചാണക്യന്റെ ഒരു വാചകം വളരെ അർത്ഥവത്താണ്. നിങ്ങൾ സ്വയം ഒരു അഗ്നിയായി മാറുമ്പോൾ ഇരുട്ട് തനിയെ ഇല്ലാതാകും. ഇരുട്ടിനോട് യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ സ്വയം പ്രകാശിച്ചാൽ മാത്രം മതി. നിങ്ങളെ തളർത്താനും തടയാനുമാണ് ശത്രു ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എപ്പോഴും തർക്കങ്ങളിലും ന്യായീകരണങ്ങളിലും മറ്റുള്ളവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിലും മുഴുകി ജീവിക്കണമെന്നാണ് അവൻ കരുതുന്നത്. എന്നാൽ ഞാൻ ഇനി എന്റെ ജീവിതത്തിലും ലക്ഷ്യത്തിലും മാത്രമായിരിക്കും ശ്രദ്ധിക്കുക എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുന്ന നിമിഷം ആ ശത്രുതയുടെ കളി അവിടെ അവസാനിക്കുകയായി. ഉദാഹരണത്തിന്, നിങ്ങളെ എപ്പോഴും ഒതുക്കാൻ നോക്കുന്ന ഒരു ബന്ധു ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ അയാളോട് തർക്കിക്കാൻ പോയാൽ ജയിക്കുന്നത് അയാളാണ്. എന്നാൽ നിങ്ങൾ മൗനം പാലിച്ചുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്താൽ ഒരു ദിവസം മറ്റുള്ളവരുടെ മുന്നിൽ ആ ബന്ധു സ്വയം ചെറുതായി പോകും. നിങ്ങൾ ഒന്നും പറഞ്ഞതുമില്ല, ഒന്നും ചെയ്തതുമില്ല, പക്ഷെ നിങ്ങൾ ഒത്തിരി മുന്നിലെത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ശത്രുക്കൾ നിങ്ങളുടെ പരാജയത്തിൽ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വിജയത്തിൽ തകർന്നു പോകുന്നത്. കാരണം പരാജയം എല്ലാവർക്കും സംഭവിക്കാം, എന്നാൽ നിങ്ങളുടെ വിജയം അവരെ സ്വയം ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കും. ഓർക്കുക, സ്വയം നന്നാകാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ശത്രുക്കളെക്കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടാകില്ല. എവിടെ സമയമില്ലയോ അവിടെ ശത്രുതയ്ക്ക് അധികനാൾ ആയുസുമില്ല. നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം ശത്രുവിനെ തോൽപ്പിക്കുക എന്നതല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം വിജയിപ്പിക്കുക എന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജയിക്കുന്ന ദിവസം എല്ലാ ശത്രുക്കളും തനിയെ പരാജയപ്പെടും. അതുകൊണ്ട് തർക്കങ്ങളിൽ ചെന്ന് ചാടാതെ നിങ്ങളെ തന്നെ മിനുക്കിയെടുക്കുക, ഉയരങ്ങളിലേക്ക് വളരുക. കാരണം ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ശത്രുതകളും വളരെ ചെറുതായി മാത്രമേ കാണപ്പെടൂ. സുഹൃത്തുക്കളെ, ഏത് ശത്രുവിനെയും നേരിടാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ചാണക്യനീതിയിലെ 7 രഹസ്യ നിയമങ്ങളായിരുന്നു ഇവ. ഇനി നിങ്ങളുടെ ഊഴമാണ്. ഈ 7 നിയമങ്ങളിൽ ഏറ്റവും ശക്തമായി നിങ്ങൾക്ക് തോന്നിയ നിയമം ഏതാണ്? 1 മുതൽ 7 വരെയുള്ള നമ്പറുകളിൽ അത് ഏതാണെന്ന് കമന്റിലൂടെ എന്നെ അറിയിക്കൂ. അതോടൊപ്പം ഈ അറിവ് മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ പേര് കമന്റിൽ ടാഗ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ശത്രുക്കളുടെ ശല്യം കൊണ്ടോ നെഗറ്റീവ് മനുഷ്യർ കാരണമായോ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് തീർച്ചയായും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ചെറിയ ഷെയർ ചിലപ്പോൾ ഒരാൾക്ക് വലിയൊരു മാനസിക സമാധാനമായിരിക്കും സമ്മാനിക്കുക. ജീവിതത്തിൽ ഉടനടി പ്രയോഗിക്കാൻ സാധിക്കുന്ന ഇത്തരം ചാണക്യനീതി അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്തു വെക്കുക. എപ്പോഴും ഓർക്കുക, യഥാർത്ഥ യുദ്ധം പുറത്തല്ല, നിങ്ങളുടെ മനസ്സിനുള്ളിലാണ് നടക്കുന്നത്. എന്നാണോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത്, അന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ പോരാട്ടങ്ങളുടെയും വിജയിയായി മാറിക്കഴിഞ്ഞു.